അപ്പോൾ ഇതേ റൗണ്ട് സ്റ്റാർട്ടായപ്പോൾ തന്നെ ഞാൻ സേഫായിട്ട് മുകളിലോട്ട് കയറി പോകാനായിട്ട് നോക്കുന്നുണ്ട്. ഈ സൈഡ് വഴി കയറിപ്പോയി അതേ രീതിയിൽ തന്നെ താഴത്തോട്ട് ചാടിയിട്ടുമുണ്ട്. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഗൈസ് ഞാൻ താഴത്തോട്ട് വീഴുമെന്ന്. അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ ഹെൽത്ത് കുറഞ്ഞു. അപ്പോൾ അത് എനിമിയുടെ വായിലോട്ട് തന്നെയാണ് ചെന്ന് പെട്ടതും. പിന്നെ വേഗം തന്നെ കുറച്ച് ഡാമേജ് ഒക്കെ കൊടുത്തു. ഗ്ലൂ വാളൊക്കെ ഇട്ട് സേഫായിട്ട് നിന്നു ഗൈസ്. പിന്നെ ഞാൻ അവിടെ നിന്ന് എസ്കേപ്പ് ആയി, കാരണം നിൽക്കുന്നത് സേഫ് അല്ല എന്ന് മനസ്സിലാക്കിയിട്ട്. അങ്ങനെ കയറി ചെന്നതും എനിമിയുടെ വായിലോട്ട് തന്നെയായിരുന്നു. പിന്നെ എന്തോ ഭാഗ്യത്തിന് അവനെ നോക്ക് ചെയ്ത് ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റി. അങ്ങനെ ഗ്ലൂ വാൾ വന്നപ്പോൾ ഞാൻ അതെല്ലാം അടിച്ച് പൊടിച്ച് അവനെ അങ്ങനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അതിന് ഞാൻ ഇവിടെ വന്നിരുന്ന് സേഫായിട്ട് മെഡിക്കേറ്റൊക്കെ യൂസ് ചെയ്ത് നമ്മുടെ ഹെൽത്തൊക്കെ ഇൻക്രീസ് ചെയ്തു. നമ്മളിനി 2 പേരും കൂടെ ഉള്ളൂ. അപ്പുറമാണെങ്കിൽ 3 പേരും കൂടെ ഉണ്ട് ഗൈസ്. അതിലിതേ ഒരുത്തനും കൂടെ പോയി നോക്കായി. പിന്നെ വേഗം തന്നെ ഒരു എനിമിയെ കണ്ടപ്പോൾ നല്ല രീതിയിൽ ഡാമേജ് ഒക്കെ കൊടുത്ത് നോക്ക് ചെയ്ത് അവനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തുനിന്ന് നല്ല രീതിയിൽ ഡാമേജ് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഡാമേജ് അങ്ങോട്ടേക്ക് കൊടുത്തുള്ളൂ. പിന്നെ വേഗം തന്നെ ഗ്ലൂ വാളും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മുടെ ടീംമേറ്റിനെ അങ്ങ് റിവൈവ് ചെയ്ത് വിട്ടിട്ടുണ്ട്. കാരണം ഒറ്റയ്ക്കായി കഴിയുമ്പോൾ ടെൻഷനാവും. അതുകൊണ്ട് റിവൈവ് ചെയ്ത് വിട്ടു. പക്ഷേ ആ ഒരു ടൈം കൊണ്ട് തന്നെ അവനെ പിന്നെ എനിമീസ് വന്ന് അറ്റാക്ക് ചെയ്ത് അങ്ങ് നോക്ക് ചെയ്തിട്ട് ഗൈസ്.